hello, welcome to another video of Campus It. നിങ്ങൾക്ക് പലർക്കും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും ഒക്കെ ഉണ്ടാവുമല്ലേ? നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്സ് ഒക്കെ ആയിരിക്കും ഇതല്ലേ. പക്ഷേ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് വരുമ്പോഴോ നിങ്ങൾ എത്ര പേർക്ക് ആൾക്കാരുമായിട്ട് ഇപ്പോൾ സംസാരിച്ച് ആ ഒരു നെറ്റ്വർക്കിംഗ് കീപ്പ് ചെയ്യാൻ പറ്റും? കോളേജിൽ പഠിക്കുമ്പോൾ ഒത്തിരി നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് വളരെയധികമാണ്. ആൻഡ് നമുക്ക് ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നതും കോളേജാണ്. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമ്മളൊരു ഡ്രീം ഒരു കമ്പനിയോ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടത്തേക്കുള്ള ഒരു ആക്സസ് കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയാം, ആൻഡ് അയാൾ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേക്ക് കുറച്ചൊരു പ്രിഫറൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ HR വിളിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് കയറാനുള്ളൊരു സാധ്യതയും അവിടെ വളരെ കൂടുതലാണ്. സോ നെറ്റ്വർക്കിംഗ് കൊണ്ട് നമുക്ക് പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി ഒത്തിരി നമുക്ക് നല്ല ഗ്രോത്തിന് നമ്മളെ സഹായിക്കും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 tips for networking, especially for college students. So first point എന്ന് പറയുന്നത് attend all the events and activities on campus. സോ വൺ വേ ഓഫ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പരിപാടികളും എന്നും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ നടക്കാൻ ഇടയുള്ളൊരു സ്ഥലമാണ് കോളേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിലേക്ക് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണാനും സംസാരിക്കാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെ അറിയണമെന്നില്ല. സോ എന്തെങ്കിലും ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ വരുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടാം, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം. അതേപോലെ നമുക്ക് സെയിം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. സോ വൺ വേ ഓഫ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് കോളേജ് ക്യാമ്പസിലെ ആക്ടിവിറ്റീസിലും ഫംഗ്ഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീച്ച് ഔട്ട് ടു അലൂമിനി. അലൂമിനി എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മുമ്പ് ഗ്രാജുവേറ്റ് ആയിട്ട് പഠിച്ച് ഇപ്പം വേറെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കല്ലേ. അപ്പോൾ അവരോടൊക്കെ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ഒന്ന് റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എക്സ്പീരിയൻസസ് കേൾക്കാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പം അലൂമിനീസുമായിട്ട് ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, അവരുമായിട്ട് ഒന്ന് റീച്ച് ഔട്ട് ടു അലൂമിനി. സോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണക്ട് വിത്ത് പ്രൊഫസേഴ്സ് ആൻഡ് അഡ്വൈസേഴ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ പഠിക്കുന്നത് നമ്മുടെ HOD അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി കണക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് പറഞ്ഞാൽ ഞാൻ മീഡിയ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ HOD അല്ലെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഫീൽഡിൽ അവർക്ക് ഒത്തിരി കണക്ഷൻസും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൾട്ടി മെമ്പേഴ്സ് ആയിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ നമുക്ക് ആരെങ്കിലും പരിചയപ്പെടുത്തി തരും. അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സായിട്ടും പ്രൊഫസേഴ്സൊക്കെ ആയിട്ടൊരു നല്ല ബന്ധം കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. സോ കണക്ട് വിത്ത് യുവർ പ്രൊഫസേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. സോ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് യൂസ് സോഷ്യൽ മീഡിയ. നമുക്ക് പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡിലുള്ള കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ മനസ്സിലാക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനീസ് ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ അവിടുത്തെ അപ്ഡേറ്റ്സ് എന്താണ്, അവിടെ എന്തൊക്കെ ഓപ്പണിങ്സ് ആണുള്ളത്, അവിടെ ഓപ്പണിങ്സിന് എന്തൊക്കെ സ്കിൽ, അവരൊക്കെ എങ്ങനത്തെ കാൻഡിഡേറ്റ്സിനെയാണ് നോക്കുന്നത്, അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. സോ യൂസ് സോഷ്യൽ മീഡിയ. അപ്പോൾ നമുക്ക് അതുവഴി കുറേ ആൾക്കാർ നമ്മുടെ സെയിം ഫീൽഡ് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ആൻഡ് സ്റ്റേ ഇൻ ടച്ച്. നമ്മളിപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് പോയോ പരിപാടിക്ക് പോയോ ഒരാളൊന്ന് പരിചയപ്പെട്ടു, അത് മാത്രം പോരാ, അന്ന് അവർ നമ്മളെങ്ങനെ ഓർത്തിരിക്കും. അപ്പോൾ അവരുമായിട്ടൊരു ഫോളോ അപ്പ്, നമ്മളൊരു കീപ്പ് ഇൻ ടച്ച് എന്നൊക്കെ പറയത്തില്ലേ, എന്തെങ്കിലും മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കാണുമ്പോൾ ഒന്ന് ചിരിച്ചിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കത് ഫ്യൂച്ചറിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനൊക്കെ സഹായിക്കാം. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ദിസ് ഈസ് മീ കാഞ്ചന സൈനിങ് ഓഫ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.